മലയാളിയുടെ കാൽപന്ത് കാലങ്ങളെയും കണ്ണുകളെയും മനോഹരമാക്കിയ മൂവർ സംഘം തങ്ങളുടെ അവസാനത്തെ യുദ്ധത്തിനായി അമേരിക്കയുടെ മണ്ണിൽ ബൂട്ടണിയുകയാണ്. ആകാശത്തോളം ഉയരുന്ന ആർപ്പുവിളികൾക്കിടയിൽ അവർ തങ്ങളുടെ അവസാന നൃത്തമാടുമ്പോൾ ഇനിയൊരു ലോകകപ്പിന് ഈ മൂന്ന് പേരും ഉണ്ടാകില്ലെന്ന സത്യം ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ചിൽ ഒരു വിങ്ങലാണ്. ഏതേതോ ഭൂഖണ്ഡങ്ങളിലെ തെരുവുകളിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും അർജന്റീനയുടെ ആകാശ നീലിമയും ബ്രസീലിന്റെ കാനറി മഞ്ഞയും പോർച്ചുഗലിന്റെ മെറൂണും നെഞ്ചിലേറ്റിയ മലയാളിക്ക് ഇവർ എന്നും സ്വന്തം ചോരയായിരുന്നു. ഇവരുടെ പേര് പറഞ്ഞ് തർക്കിക്കാത്ത കവലകളോ വിണ്ണോളം ഉയർന്ന കട്ടൗട്ടുകൾ സ്ഥാപിക്കാത്ത വീതികളോ കേരളത്തിലില്ല. പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായ ക്രിസ്ത്യാനോ റൊണാൾഡോ മദീരയിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ലോകം കീഴടക്കിയ പോരാളിയാണ്. 2006 തുടങ്ങിയ യാത്ര തുടർച്ചയായി 5 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്രം കുറിച്ചിട്ടും 2022 ബെഞ്ചിലേക്ക് മാറേണ്ടി വന്നതും മൊറോക്കോയ്ക്ക് മുന്നിൽ തോറ്റ് കണ്ണീരോടെ ടണലിലൂടെ നടന്നുപോയതും ആരാധകരെ വേട്ടയാടിയ ചിത്രമാണ്. പക്ഷെ തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ കണ്ണിലെ തീക്ഷ്ണത വീണ്ടും ജ്വലിക്കുകയാണ്. തകർച്ചകളിൽ നിന്ന് രാജകീയമായി തിരിച്ചു വന്ന ചരിത്രം മാത്രമുള്ള അദ്ദേഹം ഇക്കുറി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു കോച്ചിന്റെയും അതിഗംഭീരമായ ഒരു പടയുടെയും അകമ്പടിയോടെയാണ് അവസാന അംഗത്തിന് വരുന്നത്. ഒരു ഇതിഹാസത്തിന്റെ പൂർണ്ണതയ്ക്ക് ലോകകപ്പ് വേണമെന്നാണ് നിയമമെങ്കിൽ CR7 അതർഹിക്കുന്നുണ്ട്. കാൽപന്തിനെ പ്രണയിച്ച നർത്തകനാണ് നെയ്മർ ജൂനിയർ. പരിക്കേറ്റും അടിയേറ്റും മൈതാനങ്ങളിൽ എത്രയോ തവണ അദ്ദേഹം ചോരയൊലിപ്പിച്ച് കിടന്നിട്ടുണ്ട്. കാലം തീർന്നെന്ന് എഴുതി തള്ളിയവർക്ക് മുന്നിൽ മുറിവുകൾ തുന്നിക്കൂട്ടിയും ഒടിവുകളിൽ മരുന്ന് പുരട്ടിയും അദ്ദേഹം വീണ്ടും വരികയാണ്. 2014 സ്വന്തം മണ്ണിൽ വെച്ച് സുനികയുടെ ക്രൂരമായ കുത്തിൽ നട്ടെല്ലിന് പരിക്കേറ്റു വീണ നെയ്മറും അവനില്ലാത്തതിൽ സെമിയിൽ ജർമ്മനിയോട് നാണം കെട്ട ബ്രസീലും ചരിത്രമാണ്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ കടങ്കാലിലെ നീരും വേദനയും മറന്ന് വേദന സംഹാരികൾ കഴിച്ച് ക്രൊയേഷ്യക്കെതിരെ നേടിയ ആ സോളോ ഗോൾ പെലെയുടെ റെക്കോർഡിനൊപ്പമുള്ളതായിരുന്നു. പക്ഷേ പെനാൽറ്റിയിൽ പുറത്തായി നെയ്മർ കുട്ടികളെ പോലെ പൊട്ടിക്കരഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഒപ്പം കരഞ്ഞു. ആ കണ്ണീരിന് പകരം ചോദിക്കാൻ ആ കാനറി പക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അത് ബ്രസീൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒടുവിലത്തെയാൾ ഫുട്ബോൾ ദൈവത്തിന്റെ കയ്യൊപ്പോടെ ഭൂമിയിലേക്ക് വന്ന ലയണൽ മെസ്സിയാണ്. 2006 നീളൻ മുടിയുമായി ജർമ്മനിയിൽ ഓടിക്കയറിയ 19കാരൻ പയ്യൻ ചരിത്രം തിരുത്തുമെന്ന് ആരും കരുതിയില്ല. സകല സിംഹാസനങ്ങളും നേടിയിട്ടും രാജ്യാന്തര കിരീടമില്ലാത്തവൻ എന്ന പേരിൽ സ്വന്തം നാട്ടുകാരാൽ പോലും അവൻ വേട്ടയാടപ്പെട്ടു. 2014 ലോക കിരീടത്തിന് തൊട്ടരികിലെത്തിയിട്ടും മാരിയോ ഗോഡ്സെയുടെ വെടിയുണ്ടയിൽ എല്ലാം തകർന്ന് ആ സ്വർണ്ണ കപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ നെഞ്ചും പൊട്ടി നോക്കി നിന്ന മെസ്സിയുടെ ചിത്രം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നൊമ്പരമാണ്. പക്ഷെ വിധിയോട് കലഹിക്കാൻ ഉറപ്പിച്ച ആ റൊസാരിയോക്കാരൻ തോറ്റുകൊടുത്തില്ല. 2022 ഖത്തറിൽ അവൻ കണക്കുകൾ ഓരോന്നായി ചോദിച്ചു വീട്ടി. അർജന്റീനയെ ഒറ്റയ്ക്ക് തോളിലേറ്റി. ഒടുവിൽ ലോകത്തിന്റെ ചക്രവർത്തിയെ പോലെ അവൻ ആ സ്വർണ്ണ കപ്പ് ഉയർത്തിയപ്പോൾ കാലം പോലും നിശ്ചലമായി. ഇനി മെസ്സിക്ക് ഒന്നും തെളിയിക്കാനില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 4 അന്താരാഷ്ട്ര കിരീടങ്ങളുമായി ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സമ്മർദ്ദങ്ങളുടെ ചങ്ങലക്കെട്ടുകളില്ലാതെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ പോലെ ശാന്തനാണ് അദ്ദേഹം. എന്നാൽ മറുവശത്ത് കരിയറിന്റെ പൂർണ്ണതയ്ക്ക് ലോക കിരീടമെന്ന ഒരൊറ്റ സ്വപ്നം മാത്രം ബാക്കിയായി പ്രതികാരദാഹിയായി നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുമുണ്ട്. ഒപ്പം പരിക്കുകളുടെ ചതിക്കുഴികളിൽ വീണിട്ടും തളരാതെ മുറിവേറ്റ സിംഹത്തിന്റെ വീര്യത്തോടെ തിരിച്ചു വരുന്ന നെയ്മറും. ഈ 3 പേരും ഒന്നിച്ച് അമേരിക്കയുടെ മണ്ണിൽ അവസാന അംഗത്തിന് ബൂട്ടണിയുമ്പോൾ അത് വെറുമൊരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ല. നമ്മുടെ കൗമാരവും യൗവനവും നെഞ്ചിലേറ്റിയ നാം ഉറക്കമുളച്ച് ആർത്ത് വിളിച്ച ഒരു സുവർണയുഗത്തിന്റെ മാസ് റീഎൻട്രിയും കണ്ണീരിൽ ചാലിച്ച വൈകാരികമായ പരിസമാപ്തിയുമാണ്. കാൽപന്തിന്റെ ചരിത്ര പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.